ഓണൊക്കെ അല്ലേ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബ്രോഡ്വേ വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം എന്ന് പറഞ്ഞപ്പോൾ അതേ ഒരാൾ വരുന്നുണ്ടോ. രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ പുതിയൊരു പാർട്ടി ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ പിന്നാലെ വരും, ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നടക്കും, ആൾ പോവും. ഉപദ്രവകാരികളൊന്നുമല്ല. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരുപാട് മഞ്ഞപ്പൂവൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പൂവൊക്കെ പറിച്ചിട്ട് എന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഇതുണ്ടോ, ഇവിടെ മൊത്തം ഈ പാടം മൊത്തം ആ പൂവ. പക്ഷെ ഇറങ്ങി പറിക്കലൊന്നും നടക്കില്ല, അല്ലാണ്ട് പറിക്കേണ്ടി വരും. മറ്റാൾ നിന്റെ ഒപ്പം നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പുതിയ ആളാണ് ഒരുമിച്ച് നടക്കാൻ വന്നേക്കണേ. എവിടം വരെ വരുമോ. ഇവിടൊക്കെ പൂവുണ്ട്. ആ പൂവൊക്കെ ഒന്ന് പറിച്ച് തീർക്കട്ടെ. അപ്പോൾ രാവിലെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ്. ഇവിടെ മൊത്തം ദേ ആ ഒരു പൂവാണ് കേട്ടോ. പാടം മുഴുവൻ അതാ. ഇറങ്ങി പറിക്കാനൊക്കെ റിസ്ക് ആണ്. പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ചെറിയൊരു തോട് കാണാം. ഇന്ന് അത്തമാണ്. അത്തം ദിവസത്തെ പൂക്കളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഞാനും അമ്മ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓട്ടോ വിളിച്ച് നേരെ കുട്ടമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ബസ് കയറിയിട്ട് നേരെ ആലുവയ്ക്ക്. ഞങ്ങൾ രണ്ടാളെയും വെയിറ്റ് ചെയ്തിട്ട് ഉണ്ണി അവിടെ തന്നെ ഉണ്ടായിരുന്നു. 3 പേര് പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 3 പേരും കൂടിയിട്ടാണ് ഇന്നത്തെ യാത്ര. ഞങ്ങൾ നേരെ ബസ് കയറി മറൈൻ ഡ്രൈവ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് എത്തി. ദേ ഈ കാണുന്ന ഷർട്ടുകളൊക്കെ വെറും 150 രൂപ ഉള്ളൂ. അങ്ങനെ ഓരോരോ കാഴ്ചകളും പിന്നെ ഓരോരോ സാധനത്തിന്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കടൽ പോലെയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും പല വിലയിൽ. ചിലപ്പോൾ 150 രൂപയ്ക്ക് ഷർട്ട് ഉണ്ടാവും. അതേ ഷർട്ട് തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് 200 രൂപയ്ക്ക് കിട്ടും, കുറച്ചപ്പുറത്ത് 300 രൂപയ്ക്ക് കിട്ടും, പിന്നെ 400 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പലയിടത്തും പല രീതിയിലായിരിക്കും വിലയും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് ലാസ്റ്റ് ഡിസൈഡ് ചെയ്തിട്ട് വാങ്ങണമായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ പോയപ്പോൾ നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ 200 രൂപയ്ക്ക് ഷർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളെടുത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ചില കടയിൽ നിന്നൊക്കെ 600-ഉം 700-നൊക്കെ വാങ്ങുന്ന സെയിം ക്വാളിറ്റിയിലുള്ള ഷർട്ട് 200 രൂപയ്ക്ക് കിട്ടി. ഭയങ്കര സന്തോഷത്തിൽ നടന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ടേക്ക് പോയിട്ട് മറ്റൊരു കടയിൽ ചോദിച്ച് അവിടെ നോക്കിയപ്പോൾ 150 ഉള്ളൂ. അപ്പം നിങ്ങൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റൊക്കെ നല്ലോണം പലയിടത്തും തിരക്കിയതിന് ശേഷം മാത്രം ഡിസൈഡ് ചെയ്തിട്ട് വാങ്ങുക. പിന്നെ ലേഡീസ് ഐറ്റംസിനൊക്കെ അത്യാവശ്യം വിലക്കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ രീതിയിൽ പ്രതീക്ഷിച്ചാൽ മതി. കൂടുതലും ബോയ്സിൻ്റെ ഷർട്ട്സ്, ബനിയൻസ് അതിനൊക്കെയാണ് വിലക്കുറവ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ ഈ ഒരു ബ്രോഡ്വേയുടെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഓരോരോ കടകളൊക്കെ തുറന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ തിരക്ക് വന്നു ട്ടോ. സംഭവം മിക്ക സാധനങ്ങൾക്കും വിലക്കുറവാണ്. അതിനൊത്ത ക്വാളിറ്റി ഉണ്ടോയെന്ന് അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട്. നമ്മൾ നോക്കിയും കണ്ടും എടുത്താൽ മതി. ഒരു ഷർട്ട് അല്ലെങ്കിൽ 2 ഷർട്ടൊക്കെ എടുക്കാനായിട്ട് മാത്രം അങ്ങോട്ടേക്ക് വണ്ടിയും വിളിച്ചു പോയിട്ട് ഒരു കാര്യമില്ല കേട്ടാ. അത് നഷ്ടക്കച്ചവടമായിരിക്കും. ഈ ഒരു ഡ്രസ്സ് ഐറ്റംസ് മാത്രമല്ല കേട്ടാ, പലതരത്തിലുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഓണായതുകൊണ്ട് തൃക്കാരപ്പന വരെ അവിടെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഞങ്ങൾ ഈ ബ്രോഡ്വേയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ ഞങ്ങൾ ഒരുവിധം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ നല്ല തിരക്കായി. നിങ്ങൾ എറണാകുളമൊക്കെ വരുന്നുണ്ടെങ്കിൽ, അതായത് ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അവിടെ ചുമ്മാ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഒന്നില്ലെങ്കിലും വാങ്ങിയില്ലെങ്കിലും ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ അപ്പുറത്തുള്ള മറൈൻ ഡ്രൈവിലേക്ക് പോകാം. മറൈൻ ഡ്രൈവ് പോയിട്ട് പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബോട്ടിങ്ങും അതുപോലെ ഷോപ്പിങ്ങും എല്ലാ പരിപാടിയും ഉണ്ട്. ചുമ്മാ അവിടെ പോയി ഇരിക്കാൻ തന്നെ നല്ല രസമാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ്. ബ്രോഡ്വേയിൽ ഒരുപാട് ദൂരം നടന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെയിം ജ്യൂസും നമ്മുടെ പപ്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇതിനു മുമ്പ് ലുലുവിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മറൈൻ ഡ്രൈവിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ജ്യൂസൊക്കെ അകത്തേക്കിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടി നേരെ പോകുന്നത് ആ മറൈൻ ഡ്രൈവിൽ തന്നെയുള്ള ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്കാണ്. അവിടെയും നല്ല വിലക്കുറവിൽ സാധനങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ. ദേ ഈ കാണുന്ന കോമിക്സ് ബുക്കുകൾ ഉണ്ടല്ലോ, എക്കത്തിന് 150 രൂപ ഉള്ളൂ. എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ട്. മറ്റൊരു കോമഡി ഉണ്ടായിട്ടാ, അമ്മയ്ക്ക് ബ്രോഡ്വേയിൽ നിന്ന് ഒരു ഷാൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഏകദേശം 150 രൂപയ്ക്ക്. ആ ഒരു സെയിം ഷാളിന് ഈ ഒരു ഓണം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടുന്നും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ ദേണ്ടടാ ഉപ്പിലിട്ട് ഒരുപാട് സാധനങ്ങൾ. അങ്ങനെ പേരയ്ക്ക് മേടിച്ചു. അമ്മയും ഉണ്ണിയും അപ്പം തന്നെ അത് അകത്താക്കി. ശേഷം ഞങ്ങൾ നേരെ ബസ് കയറിയിട്ട് എടപ്പള്ളി ഇറങ്ങി. എടപ്പള്ളി പള്ളിക്കൊന്ന് പോയി കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കാര്യം പിടികിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. പോകുന്ന വഴിയൊക്കെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും കണ്ടു. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. അവിടുന്ന് തന്തൂരി ചിക്കനും പിന്നെ കുറച്ച് സാലഡും പിന്നെ കുബൂസും അങ്ങനെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് നേരെ ഫുഡ് കോർട്ട് ഉണ്ടാവില്ല ഏറ്റവും മുകളിൽ, അവിടെ പോയിട്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആവശ്യത്തിൽ ഇതൊക്കെ വാങ്ങിയെങ്കിലും മുഴുവനായിട്ട് കഴിക്കാൻ സാധിച്ചില്ല. ബാക്കിയൊക്കെ പൊരിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവേണ്ടി വന്നു. ഓൺ ദ സ്പോട്ടിൽ വ്ളോഗൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഏറ്റവും മുകളിലത്തെ നിലയിൽ ഫുഡ് കോർട്ടിലൊക്കെ എപ്പോഴും ആൾക്കാർ എഴുന്നേക്കാൻ വേണ്ടി കാത്തുക്കാണ് ബാക്കിയുള്ളവർ ഫുഡായിട്ട്. അത്രയും തിരക്കായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. നേരെ പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. ലുലുന്ന് പിന്നെ എളുപ്പം അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റുമല്ലോ.
അങ്ങനെ അവിടുന്ന് നേരെ ആലുവയ്ക്ക് പോയി. ശേഷം വീട്ടിലേക്കും. ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയുള്ളേ. അപ്പോൾ പുതിയ യാത്രാ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.